വെൽക്കം ബാക്ക് ടു ബ്രേക്കിംഗ് ഫ്രീ ബേർഡ്സ്. ഇപ്പോൾ ഗൂഗിൾ പിക്സൽ 7 അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് ഇപ്രാവശ്യത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഏകദേശം ഒരാഴ്ചയായിട്ട് ഞാൻ ഗൂഗിൾ പിക്സൽ 7 യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അൺബോക്സിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇനി മുതൽ ഫ്ലിപ്കാർട്ടിനകത്ത് കിട്ടില്ല നിങ്ങൾക്ക്. കാരണം ഫ്ലിപ്കാർട്ടിനകത്ത് നിന്ന് ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ഒരു അൺബോക്സ്ഡ് ഡെലിവറിയാണ് ഇപ്പോൾ വരുന്നത്. അതായത് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് സോപ്പ് വെട്ടിയല്ല എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലിവറി ബോയ് വന്നതിന് ശേഷം കംപ്ലീറ്റ് അൺബോക്സ് ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റ് കൺഫേം ചെയ്തിട്ട് നമ്മളൊരു OTP കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയെന്ന് ആ ഒരു സിസ്റ്റം, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺബോക്സിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതാണെങ്കിൽ ഡെലിവറി ബോയ് എൻ്റെ കയ്യിൽ തന്നിട്ടുമില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റുമോ, ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവരുടെ ആ ഒരു പോളിസി പ്രകാരം അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല. ഒരാളുടെ പ്രൈവസിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അൺബോക്സിങ് ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റിവ്യൂവിലേക്ക് വരാം. അപ്പോൾ ഫോണിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ ആൻഡ് സോഫ്റ്റ്വെയർ പെർഫോമൻസ് തന്നെയാണ്. അതായത് ക്യാമറയിൽ പ്രത്യേകിച്ചിട്ട് ഫോട്ടോഗ്രാഫി നൈറ്റ് ആയാലും നോർമൽ ഡേയ്സിലായാലും അല്ലെങ്കിൽ നോർമൽ ലൈറ്റിംഗ് കണ്ടീഷനിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലായാലും ബെസ്റ്റ് ഇൻ ഫോട്ടോഗ്രാഫി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും കിട്ടിലാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ. അതായത് ഓവറോൾ ക്യാമറയുടെ പെർഫോമൻസും പ്ലസ് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻ്റഗ്രേഷനും കൂടി വരുന്ന സമയത്ത്, അതായത് ഫോട്ടോ എടുത്തതിന് ശേഷം ഒരു ചെറിയൊരു ടൈം ഒരു പ്രോസസ്സിങ് വരുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫോട്ടോയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ആ ഒരു അൾട്ടിമേറ്റ് റിസൾട്ടാണ് കിട്ടുന്നത്. പ്രത്യേകിച്ചിട്ട് നൈറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ നമ്മുടെ പ്യുവർ ആൻഡ്രോയിഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്തേക്ക് ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ സൈഡ് തന്നെയാണ് കുറേ ഫീച്ചേഴ്സ് വരുന്നത്. അതായത് അഡാപ്റ്റീവ് ബാറ്ററി ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമ്മുടെ യൂസേജിനനുസരിച്ചിട്ട് ബാറ്ററി ഡ്രെയിൻ ആവുന്നൊരു, അതായത് ആ ഒരു യൂസേജിനനുസരിച്ചിട്ടാണ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഡ്രെയിൻ ആവുന്നത്. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല കിഡിലൻ ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 1200 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതും അത്യാവശ്യം നമുക്ക് വെയിലത്തൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലൊരു പോരായ്മയായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അത് ഒരു ഒപ്റ്റിക്കൽ സ്കാനറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഫാസ്റ്റായിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് തരുന്നില്ല. പല സമയത്തും ഫിംഗർ പ്രിൻറ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. അറിയില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിരുന്ന ഫോണിലൊക്കെ ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ എടുക്കാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. പല യൂസേഴ്സും പറയുന്നത് ഈ ഫിംഗർ പ്രിൻറ്റ് വലിയ പ്രോബ്ലം ഇല്ല എന്നാണ്. പക്ഷേ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രോബ്ലം. പിന്നെ ഇതിനകത്ത് അഡാപ്റ്റീവ് ചാർജിങ് ടെക്നോളജി വരുന്നുണ്ട്. അതായത് നമ്മൾ ഇൻ കേസ് സ്ലീപ്പിംഗ് ടൈമാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം ആ ഒരു ചാർജിങ് കറക്റ്റായിട്ട് നമുക്ക് ഒരു സ്ലോ പേസിലായിരിക്കും ചാർജ് ചെയ്യുന്നത്. നോർമൽ ടൈം ആണെങ്കിൽ 30 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അത് നമുക്ക് ഓൾമോസ്റ്റ് 1 hour and 30 minutes ഓൾമോസ്റ്റ് എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആവുന്നുണ്ട്. 1 hour 30 minutes അല്ലെങ്കിൽ 20 minutes ആ ഒരു രീതിയിലൊക്കെയാണ് വരുന്നത്. അത് നമ്മുടെ റൂം ടെമ്പറേച്ചർ കണ്ടീഷനൊക്കെ ചേഞ്ച് ആകുന്നതിനനുസരിച്ചിട്ട് ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. പിന്നെ 50% ചാർജ് ആവാൻ ഓൾമോസ്റ്റ് 20 minutes 25 minutes ഒക്കെയാണ് എടുക്കുന്നത്. 25 minutesൽ 50% ചാർജ് ആവുന്നുണ്ട്. അത് അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് സ്ലോ ആവാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു അഡാപ്റ്റീവ് സൗണ്ട് ടെക്നോളജി വരുന്നുണ്ട്. അതായത് നമുക്ക് നമ്മളൊരു ക്രൗഡഡ് ആയിട്ടുള്ള സ്പേസിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്പീക്കർ വോളിയം ഇത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ്, അഡാപ്റ്റീവ് ഡിസ്പ്ലേ ടെക്നോളജി, കളർ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തേക്ക് സോഫ്റ്റ്വെയർ സൈഡ് വരുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ ടെൻസർ G2 എന്ന് പറയുന്നത്, അതായത് 2nd ജനറേഷൻ ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. അത് അത്രത്തോളം ഗെയിമിംഗ് പെർഫോമൻസോ അല്ലെങ്കിൽ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊസസ്സർ ഒന്നുമല്ല. പക്ഷേ അത്യാവശ്യം ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ളൊരു ഫോണാണ്. 8GB RAM ആൻഡ് 128GB ഇൻറ്റേർണൽ മെമ്മറിയാണ് വരുന്നത്. ഇനി മറ്റുള്ള നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ, ഫോണിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് മെയിനായിട്ട് തോന്നിയത് ഒന്ന് ചാർജ് ബാക്കപ്പാണ്. ബാക്കപ്പ് ഇവർ സോഫ്റ്റ്വെയർ സൈഡ് കുറേ ഒപ്റ്റിമൈസേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 1 day ഒക്കെയാണ് നമുക്ക് ഓൾമോസ്റ്റ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 6 hour 7 hour മാക്സിമം. അതാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. പിന്നെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, ചാർജ് ചെയ്യുന്ന സമയത്ത്
അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ട്. ആ ഒരു ഹീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോൺ ബെഡിലൊക്കെ വെക്കുകയാണെങ്കിൽ ആ ബെഡിൽ കൂടി ആ ഒരു ഹീറ്റ് സ്പ്രെഡ് ആവുന്ന രീതിയിലാണ് അതിൻ്റെ ഹീറ്റിംഗ് വരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ചാർജറിൻ്റെ പ്രോബ്ലം ആണോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ആ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ നെഗറ്റീവ് ഉള്ളത് ഇതിൻ്റെ സെൽഫി ക്യാമറയാണ്. സെൽഫി ക്യാമറ എനിക്ക് അത്രത്തോളം വലിയൊരു ഓപ്ഷനായിട്ട് തോന്നിയിട്ടില്ല. അത് കുറച്ചൊരു ഡ്രോബാക്ക് അതിനുമുണ്ട്. പിന്നെ വരുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ആരും ഈ ഒരു ഫോൺ നോക്കരുത്. അത് നെഗറ്റീവ് അല്ല ആക്ച്വലി, പക്ഷേ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ഇത് നോക്കാത്തതാണ് നല്ലത്. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് പിന്നെ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഡിവൈസ് പ്ലസ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഒക്കെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഫോൺ പക്കയാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൻ്റെ 7 Pro എന്ന് പറയുന്ന വേരിയൻറ്റും അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇതിൽ ക്യാമറ വരുന്നത് 2 ക്യാമറയാണ് ബാക്ക് വരുന്നത്. അതായത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 50 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസും 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുമാണ് വരുന്നത്. രണ്ടും ബെസ്റ്റാണ്. 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അതായത് പ്രൈമറി ക്യാമറ, രക്ഷയില്ലാത്ത രീതിയിൽ ആണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി വീഡിയോ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം വരുന്നത് 4K അറ്റ് 60 FPS ആണ് നമുക്ക് മാക്സിമം ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് ഫ്രണ്ട് ക്യാമറയിലും അത് തന്നെയാണ്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K 60 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ സിനിമാറ്റിക് മോഡ് വരുന്നുണ്ട്. സിനിമാറ്റിക് മോഡ് നമ്മൾ ഐഫോണിലൊക്കെ കണ്ടുവരുന്ന ഒരു സിനിമാറ്റിക് മോഡ് തന്നെയാണ്. പക്ഷേ അത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സിനിമാറ്റിക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ 2-3 വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ബെറ്റർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഐഫോണിൻ്റെ അത്ര ഇല്ലെങ്കിലും വീഡിയോഗ്രാഫി ശരിക്കും നമുക്ക് ഐഫോണായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് വീഡിയോ പെർഫോമൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഫോൺ നോക്കുന്നതെങ്കിൽ ഇതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ആ ഒരു iPhone 13 അതേപോലെ തന്നെ Pixel 7 ആണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. രണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് ഫോട്ടോസ് കിട്ടുന്നത് നമുക്ക് Pixel 7 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോട്ടോഗ്രാഫീൻ്റെ കാര്യത്തിൽ കൺഫേം ആയിട്ട് പറയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാനൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളൊരു യൂട്യൂബറാണ്. അതുകൊണ്ട് തന്നെ പെയ്ഡ് റിവ്യൂ അല്ലെങ്കിൽ ഇതിനോട് അത്രയും ഒരു ഫാൻ ബോയ് ആയതുകൊണ്ടോ ഒന്നുമല്ല. ശരിക്കും പിക്സൽ എന്ന് പറയുന്ന ഫോണിനോട് എനിക്ക് പ്രത്യേകിച്ചിട്ട് ഞാൻ പൊതുവേ എനിക്ക് അസ്യൂസിൻ്റെ റോഗ് ഫോണിനോടും അതേപോലെ തന്നെ റെഡ്മിയുടെ കുറച്ച് ഫോൺസൊക്കെ ആയിട്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള കുറച്ച് ഫോൺസ് ഉണ്ട്. പ്രത്യേകിച്ച് അതിൽ ഒരുപാട് സോഫ്റ്റ്വെയർ ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും റെഡ്മിൻ്റെ ചില ഫോണുകൾ എനിക്ക് പ്രത്യേകം അതിനോട് ചെറിയ താല്പര്യങ്ങളുണ്ട്. പക്ഷേ പിക്സൽ ഇതുവരെ താല്പര്യം ഇല്ലാതിരുന്നതായിരുന്നു. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ എൻ്റെ 3 വർഷമായിട്ട് ഒരു സെയിം ഫോൺ തന്നെ റെഡ്മിയുടെ Note 8 Pro ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നാണ് ഞാൻ 7ലേക്ക് ഒരു അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അപ്ഗ്രേഡ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് കൂടിയുണ്ട്. ഇതിൻ്റെ സ്റ്റോറേജ്, ഇൻറ്റേർണൽ സ്റ്റോറേജ് 128 GB ആണ് വരുന്നത്. മിനിമം ഒരു 256 GB എങ്കിലും വേണം. കാരണം ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. ഒരു 50 മെഗാ പിക്സൽ ക്യാമറയിൽ എടുക്കുന്ന ഒരു ഫോണ് അറ്റ്ലീസ്റ്റ് 256 GB എങ്കിലും ഇൻറ്റേർണൽ മെമ്മറി വേണം. എന്നാലേ നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡ്രൈവ് ബാക്കപ്പും കാര്യങ്ങളും സപ്പോർട്ട് വൺ സ്റ്റോറേജ് ഒക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ബെറ്ററാണ്. കാരണം ആ ഒരു സ്റ്റോറേജ് അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. നമുക്ക് അത്യാവശ്യം നല്ല നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലൗഡ് ബാക്കപ്പിങ് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. താല്പര്യമുള്ളവർക്ക് ഫ്ലിപ്കാർട്ടിൽ ഫോണ് ചില സമയങ്ങളിൽ ഇപ്പോൾ അവൈലബിൾ ആവുന്നുണ്ട്. സ്റ്റോക്ക് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ്. ഞാൻ തന്നെ ഓൾമോസ്റ്റ് ഫോൺ ലോഞ്ച് ഡേ മുതൽ ഞാൻ നോക്കുന്നുണ്ട് പ്രോഡക്റ്റ് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്, സെയിലിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോൺ ഞാൻ പർച്ചേസ് ചെയ്തത് ഓൾമോസ്റ്റ് 56,000 റുപ്പീസിനാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് പല രീതിയിൽ 49,000-നും അതേപോലെ തന്നെ 47,000-നൊക്കെ കിട്ടുന്നവരുണ്ട്. നിങ്ങൾ ഒരു ഓൾഡ് ഡിവൈസൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓഫറൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രൈസ് കുറച്ചിട്ട് വാങ്ങാൻ പറ്റും. ഈവൻ നിങ്ങൾക്ക് ഈ 56,000-ന് 7 Pro പോലും പർച്ചേസ് ചെയ്യാൻ പറ്റും, കാർഡും അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫറും യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ എൻഡിലായിട്ട് ഞാൻ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഫാൻ ബോയ് സൈനിങ് ഓഫ് ഫ്രോം ദിസ് ചാനൽ ബേക്കിംഗ് ഫീബേഴ്സ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.